കുഞ്ഞു പുഴേ, നീ എങ്ങോട്ടാ? ഞാൻ കടലിലേക്കാ. പോരുന്നോ കൂടെ? ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് മലയാളം കാറ്റേ കടലേ എന്ന മൂന്നാമത്തെ യൂണിറ്റിലെ മാനത്തും താഴത്തും എന്ന ഭാഗത്ത് വരുന്ന കുട്ടിയുടെ പുഴ എന്ന കഥയാണേ. മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളുടെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലിലെ ക്ലാസ് 4 എന്ന പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ്. നമുക്കിനി പാഠഭാഗത്തിലേക്ക് കിടക്കാം. കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള ഇഷ്ടവും പ്രകൃതി നിരീക്ഷണത്തിനുള്ള താല്പര്യവും വളർത്താൻ സഹായിക്കുന്നതാണ് ഈ പാഠഭാഗം. പുഴയെക്കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു അധ്യാപിക. അതിനിടെ ഒരു പെൺകുട്ടി തൻ്റെ കളർ പെൻസിൽ ഉപയോഗിച്ച് പുസ്തകത്തിൽ ഒരു നീല വര വരയ്ക്കുന്നു. ആ വര ഒരു പുഴയായി മാറി. ഒരു കടലാസ് തോണിയിൽ കയറി ആ പുഴയിലൂടെ ഒരു സങ്കല്പയാത്ര നടത്തുകയാണ് കുട്ടി. ഈ യാത്രയിൽ കുട്ടി പലതരം ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ കണ്ടുമുട്ടുന്നുണ്ട്. അധ്യാപികയും എഴുത്തുകാരിയുമായ പ്രേമജ ഹരീന്ദ്രനാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. ആനയിടുക്ക് ഗവൺമെൻറ് LP സ്കൂളിലെ പ്രധാന അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ആനുകാലികങ്ങളിലും മറ്റും കഥകളും കവിതകളും എഴുതുന്നുണ്ട്. പ്രധാന കൃതികൾ ഭൂമിയിലെ നക്ഷത്രങ്ങൾ, നിലാവിൻ്റെ കുഞ്ഞുങ്ങൾ, സ്നേഹനിലാവ്, മകൾ, വഴിവിളക്കുകൾ, ലച്ചുവിൻ്റെ കുഞ്ഞുടുപ്പ്, ഒരു നുണക്കഥ തുടങ്ങിയവയാണ്. ഓക്കെ ഡിയേഴ്സ്, മലയാളം ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 62. കണ്ണിലൂടെ, മൂക്കിലൂടെ, നാവിലൂടെ അറിഞ്ഞും അനുഭവിച്ചും നാം പ്രകൃതിയെ ഉൾക്കൊള്ളുന്നു. തുടർച്ചയായ അനുഭവങ്ങളിലൂടെ വായനയിൽ നിന്ന് പ്രകൃതിയെ വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നു നാം. ഒരു പുഴ ജനിക്കുന്നത് നോക്കൂ. കുട്ടിയുടെ പുഴ. ടീച്ചർ പുഴകളെ പറ്റി പഠിപ്പിക്കുകയാണ്. പുഴ കാണാൻ പോയാലോ? ടീച്ചർ ചോദിച്ചു. കുട്ടി നീല കളർ പെൻസിൽ എടുത്തു. പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു. വര പുഴയായി മാറിയപ്പോൾ കുട്ടി കൈകൊട്ടി ചിരിച്ചു. പുഴ കൂടെ കുണുങ്ങി ചിരിച്ചു. ടീച്ചർ ക്ലാസ്സിൽ പുഴകളെ പറ്റി പഠിപ്പിക്കുകയായിരുന്നു. അപ്പോഴാണ് ടീച്ചർ തൻ്റെ കുട്ടികളോട് ചോദിച്ചത്, ശരി നമുക്കെങ്കിൽ പുഴ കാണാനൊന്ന് പോയാലോ എന്ന്. അപ്പോൾ ക്ലാസ്സിലിരുന്ന ഒരു കുട്ടി അവളുടെ നീല കളർ പെൻസിലെടുത്ത് അവളുടെ ബുക്കിൽ നിന്ന് പുറത്തേക്ക് ഒരു നീണ്ട വര വരച്ചു. ആ വര ഒരു പുഴയായി മാറുകയാണ്. അത് കണ്ട് കുട്ടി എന്ത് ചെയ്തു മക്കളെ? കൈകൊട്ടി ചിരിച്ചു. കൂടെ ആരും ചിരിച്ചു? പുഴയും കൂടെ കുണുങ്ങി ചിരിച്ചു. ബാക്കി വായിച്ചു നോക്കാം. കുഞ്ഞു പുഴേ, നീ എങ്ങോട്ടാ? ഞാൻ കടലിലേക്കാ. പോരുന്നോ കൂടെ? പുഴയിലെ കടലാസ് തോണിയിൽ കയറിയിരുന്ന് അവൾ തുഴഞ്ഞു. കുഞ്ഞു പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ഈ പെൺകുട്ടി ചോദിച്ചപ്പോൾ പുഴ എന്തു പറഞ്ഞു മക്കളെ? പുഴ എങ്ങോട്ടാണ് ഒഴുകിയത്? കടലിലേക്ക്. തൻ്റെ കൂടെ പോരുന്നു എന്ന് കൂടി പുഴ പെൺകുട്ടിയോട് ചോദിച്ചു. അത് കേട്ട പാടെ പെൺകുട്ടി പുഴയിലെ ആ കടലാസ് തോണിയിൽ കയറിയിരുന്ന് തുഴയാൻ തുടങ്ങി. മീനുകൾ ചാടിമറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു. ഏയ്, നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാ? വേണ്ടാട്ടോ, എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. കുട്ടി ഇത്തിരി ഗൗരവത്തിലായി. അവൾ അങ്ങനെ പുഴയിലൂടെ കടലാസ് തോണിയിൽ പോയിക്കൊണ്ടിരിക്കെ കുറച്ച് മീനുകൾ ചാടിമറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിക്കുന്നത് അവൾ കണ്ടു. നിങ്ങൾ ഒളിച്ചേ കണ്ടേ കളിക്കുകയാണോ എന്ന് ഈ കുട്ടി ആ മീനുകളോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ വേണ്ട കേട്ടോ. കാരണം എന്താണ്? അവളുടെ തോണി ചെറുതായിരുന്നു. കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ വേണ്ടി അവൾക്ക് സ്ഥലവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടി ഇത്തിരി ഗൗരവഭാവത്തിൽ മീനുകളോട് പറഞ്ഞത്, ഒളിച്ചേ കണ്ടേ കളിക്കുകയാണെങ്കിൽ വേണ്ട കേട്ടോ എന്ന്. ബാക്കി വായിച്ചു നോക്കാം. കുഞ്ഞു മീനുകൾ ഒരുമിച്ച് കുട്ടിയുടെ തോണിക്കൊപ്പം കൂടി. ഹോ, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ച്? നല്ല രസമായിരിക്കുമല്ലേ ഇങ്ങനെ നീന്തി കളിക്കാൻ? എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ വെള്ളത്തിൽ മുങ്ങുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടില്ലേ? മാത്രവുമല്ല നീന്താനും അറിയില്ലല്ലോ. ആ കുഞ്ഞു മീനുകളൊക്കെ ഈ കുട്ടിയുടെ വഞ്ചിക്കൊപ്പം തോണിക്കൊപ്പം കൂടി. അപ്പോഴാണ് ഇത്രയും മീനുകളെ ഒരുമിച്ച് കണ്ടിട്ട് കുട്ടി പറയുന്നത്, നിങ്ങളിങ്ങനെ ഒന്നിച്ച് നീന്തി കളിക്കുന്നത് എന്ത് രസമായിരിക്കുമല്ലേ? ആ മീനുകളുടെ കൂടെ കൂടാൻ കുട്ടിക്കും ആഗ്രഹമുണ്ടെന്ന്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ് മക്കളെ? വെള്ളത്തിൽ മുങ്ങുമ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടും. അതുമാത്രമല്ല ഈ കുട്ടിക്ക് നീന്താനും അറിയില്ല. കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് കുട്ടി ഓർക്കുമ്പോഴേക്കും കൂട്ടത്തിലൊരു മീനിനെ വെളുവെളുത്ത കൊറ്റി വന്ന് റാഞ്ചിക്കൊണ്ടുപോയി. അയ്യോ, പാവം മീൻ. കുട്ടി സങ്കടപ്പെട്ടു. കുട്ടിക്ക് നീന്താൻ അറിയില്ല. തൻ്റെ കൂട്ടുകാരിൽ ആർക്കൊക്കെ നീന്താൻ അറിയുമെന്ന് അവൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ടാണ്
പെട്ടെന്ന് കൂട്ടത്തിലെ ഒരു മീനിനെ വെളുവെളുത്ത ഒരു കൊറ്റി വന്ന് റാഞ്ചി കൊണ്ടുപോയത്. കുട്ടിക്ക് അത് കണ്ട് ഒരുപാട് സങ്കടം തോന്നി. ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നു. ഏയ് ചെങ്ങാതി നിൽക്ക്, നിനക്ക് എത്ര കാലുകളുണ്ട്? ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. അപ്പോഴാണ് ഒരു ഞണ്ട് തോണിയുടെ അടുത്തേക്ക് വന്നത്. ഞണ്ടിനോട് കുട്ടി എന്തു പറഞ്ഞു? ചെങ്ങാതി നിൽക്കാൻ പറഞ്ഞു. ചെങ്ങാതി എന്നാൽ എന്താണ് മക്കളെ? സുഹൃത്ത്, കൂട്ടുകാർ. ചെങ്ങാതി ഒന്ന് നിൽക്ക്, നിനക്ക് എത്ര കാലുകൾ ഉണ്ടെന്ന് കുട്ടി ഞണ്ടിനോട് ചോദിച്ചു. അവൾക്കത് എണ്ണി നോക്കണമായിരുന്നു. ആഹാ, അപ്പോഴേക്കും സ്ഥലം വിട്ടോ? ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ. ഞണ്ട് വേഗം അവിടെ നിന്നും പോയത് കണ്ട് കുട്ടി എന്തു പറഞ്ഞു മക്കളെ? ഇവിടെ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ. തിരക്കെന്താണ്? ധൃതിയാണല്ലോ. അപ്പോഴേക്കും ഞണ്ട് സ്ഥലം വിട്ടോ എന്ന് കുട്ടി ചോദിച്ചു. കുട്ടി ചുറ്റും നോക്കി. ഇനി ആരുണ്ട്? ഞേ, ഇതെന്താ കുഞ്ഞാൽമരമോ? പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ കുട്ടി ആദ്യമായാണ് ഇത്ര അടുത്തു കാണുന്നത്. വെള്ളപ്പൂക്കൾ എറിഞ്ഞ് മഞ്ഞയും പച്ചയും ഇലകൾ നിറഞ്ഞ ചില്ലകളാട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു. കണ്ടൽ ചെടിയെ അവൾ അതിശയത്തോടെ തൊടാൻ നോക്കുമ്പോഴേക്കും തോണി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു. തോണിയിൽ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കുട്ടി ആദ്യം മീനിനെയും പിന്നെ ഞണ്ടിനെയും അതിനുശേഷം കൊറ്റിയെയും ഒക്കെ കണ്ടു. ഇനി ആരുണ്ടെന്ന് കരുതി ചുറ്റും നോക്കിയ കുട്ടി പിന്നീട് എന്താണ് മക്കളെ കണ്ടത്? ആൽമരമാണോ എന്നവൾക്ക് സംശയം തോന്നുന്ന വിധം വളർന്നു നിന്നിരുന്ന, പുഴയോട് ചേർന്ന് നിന്നിരുന്ന കണ്ടൽ കാടുകളാണ് അവൾ കണ്ടത്. കാരണം അവൾ ആദ്യമായിട്ടായിരുന്നു ഈ കണ്ടൽ കാടുകൾ കാണുന്നത്. അതുകൊണ്ടാണ് ആൽമരമാണോ എന്നവൾക്ക് സംശയം തോന്നിയത്. ആ കണ്ടൽക്കാടുകൾ നിറയെ വെള്ളപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. അവ എങ്ങനെയാണ് മക്കളെ കുട്ടിയെ സ്വീകരിച്ചത്? മഞ്ഞയും പച്ചയും നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ ചില്ലകൾ, ശിഖരങ്ങളൊക്കെ ആട്ടി അവ കുട്ടിയെ സ്വീകരിച്ചു. കണ്ടൽ ചെടി അവൾ വളരെ അതിശയത്തോടെ ഒന്ന് തൊടാൻ നോക്കിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? തോണി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു. അടുത്ത പേജ് നോക്കാം. വാ, വേഗം പോവാം. തോണി തിരക്ക് കൂട്ടി. കടലിലെത്തുമ്പോഴേക്കും ഇനി എത്ര കൂട്ടുകാരെ കാണണം? ഇനിയും എന്തെല്ലാം കാഴ്ചകൾ കാണാൻ കിടക്കുന്നു. പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ കുട്ടി കാതു കൂർപ്പിച്ചു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേഗം പോകാമെന്ന് പറഞ്ഞ് തോണി തിരക്ക് കൂട്ടി. കടലിലെത്തുമ്പോഴേക്കും ഒരുപാട് കൂട്ടുകാരെ കാണാൻ സാധിക്കും. അതേപോലെ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട്. പുഴയൊഴുകുന്ന കളകള ശബ്ദം കേൾക്കാൻ വേണ്ടി കുട്ടി എന്തു ചെയ്തു മക്കളെ? കാതുകൾ കൂർപ്പിച്ച് ശ്രദ്ധയോടെ ഇരുന്നു. നിം നിം നിം. അയ്യോ, ഇത്ര സമയമായോ? ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ്. പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെച്ച് കുട്ടി ഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയി. അങ്ങനെ ഒരു സങ്കല്പ ലോകത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടി ആ ശബ്ദം കേട്ടത്. എന്തായിരുന്നു മക്കളെ അത്? ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ബെല്ലായിരുന്നു. അവൾ സ്കൂളിലായിരുന്നില്ലേ? അങ്ങനെ പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്തു? ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓടിപ്പോയി. അതായത് അവളൊരു നീല കളർ പെൻസിൽ എടുത്ത് അവളുടെ പുസ്തകത്തിനുള്ളിൽ നിന്ന് പുറത്തേക്കൊരു വര വരച്ചപ്പോഴല്ലേ അത് പുഴയായി മാറിയത്. ആ പുസ്തകം അവൾ അടച്ചു വെച്ചിട്ട് ഉച്ചഭക്ഷണം കഴിക്കാനായി ഓടിപ്പോയി. അതാണിവിടെ പുഴയെ പുസ്തകത്തിൽ ഒളിപ്പിച്ചു വെച്ച് കുട്ടി ഉച്ചഭക്ഷണം കഴിക്കാൻ ഓടിപ്പോയെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാം മക്കളെ. ഒന്നാമത്തെ ചോദ്യം, പാഠഭാഗത്തെ ചിത്രം കഥയ്ക്ക് ചേർന്നതാണോ? വിശദമാക്കുക. പാഠഭാഗത്തെ ചിത്രങ്ങളൊക്കെ മക്കൾ കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ? എത്ര മനോഹരമാണല്ലേ? നമ്മുടെ കഥയുമായി യോജിച്ച രീതിയിലുള്ള നല്ല നല്ല ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം മക്കളെ? പാഠഭാഗത്തെ ചിത്രങ്ങൾ കഥയ്ക്ക് വളരെ അനുയോജ്യമായവയാണ്. ഓരോ ചിത്രവും കഥയിലെ പ്രധാന ആശയങ്ങളെ വ്യക്തമാക്കി തരുന്നു. ചിത്രത്തിൽ കുട്ടി പുസ്തകത്തിൽ വരയ്ക്കുന്നതും ആ വരയിൽ നിന്ന് പുഴ ഒഴുകി വരുന്നതും കുട്ടി കടലാസ് തോണിയിൽ കയറി പുഴയിലൂടെ യാത്ര ചെയ്യുന്നതും ഒക്കെ കാണാം. സങ്കല്പ ലോകത്തു കൂടിയുള്ള കുട്ടിയുടെ യാത്രയാണ് ഇവിടെ വിവരിക്കുന്നത്. കുട്ടിയുടെ കടലാസ് തോണിക്ക് ചുറ്റും മീനുകൾ ചാടിമറിയുന്നത് ചിത്രത്തിൽ കാണാം. മീനുകൾ ചാടിമറിഞ്ഞ് പുഴവെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി കളിച്ചു എന്ന ഭാഗവും കൂട്ടത്തിൽ ഒരു മീനിനെ വെളുവെളുത്ത കൊറ്റി വന്ന് റാഞ്ചിക്കൊണ്ടുപോയി അയ്യോ പാവം മീൻ എന്ന് കുട്ടി സങ്കടപ്പെടുന്ന ഭാഗവും കൊറ്റിയും മീനുകളും തോണിയും ഉൾപ്പെടുന്ന ദൃശ്യങ്ങളിലൂടെ മനോഹരമായി വരച്ചു കാട്ടുന്നു. തോണിയുടെ അടുത്തേക്ക് വന്ന ഞണ്ടിനോട് ഏയ് ചെങ്ങാതി നിൽക്ക്, നിനക്ക് എത്ര കാലുകളുണ്ട് എന്ന് കുട്ടി ചോദിക്കുന്നതും പുഴക്കരയോട് ചേർന്ന് വളരുന്ന കണ്ടൽ കാടുകളെ അടുത്തെത്തി കാണുന്നതുമെല്ലാം ചിത്രത്തിൽ മനോഹരമായി ചേർത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ പാഠഭാഗത്തെ ചിത്രങ്ങൾ കഥയ്ക്ക് വളരെ അനുയോജ്യമായവയാണ്.
രണ്ടാമത്തെ ചോദ്യം, എനിക്ക് ഒളിക്കാൻ ഈ കുഞ്ഞു തോണിയിൽ സ്ഥലമില്ല. ഈ വാക്യത്തെ എങ്ങനെയെല്ലാം മാറ്റി എഴുതാം? ഈ കുഞ്ഞു തോണിയിൽ എനിക്ക് ഒളിക്കാൻ സ്ഥലമില്ല. എനിക്ക് സ്ഥലമില്ല ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ. എനിക്ക് ഈ കുഞ്ഞു തോണിയിൽ ഒളിക്കാൻ സ്ഥലമില്ല. മൂന്നാമത്തെ ചോദ്യം, കുട്ടിയുടെ ചിത്രം വരെയാണല്ലോ കഥയായി മാറിയത്. ഇത്തരത്തിൽ നിങ്ങളുടെ അനുഭവത്തെ കഥയാക്കി മാറ്റാമോ? എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു. നാളെയാണ് പുഴ കാണാൻ പോകാമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ വീടിനോട് ചേർന്ന് ഒരു പുഴയുണ്ട്. ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ് പുഴയിലൊന്ന് കുളിക്കണമെന്നുള്ളത്. നേരം വെളുത്തതും ഞങ്ങൾ പുറപ്പെട്ടു. പഞ്ചാര മണലിലൂടെ ഇങ്ങനെ നടക്കാൻ എന്ത് രസം! വെയിലുണ്ടെങ്കിലും ചൂടില്ല. സൂര്യപ്രകാശം പുഴവെള്ളത്തിന്റെ പ്രതലത്തിൽ തട്ടി ചിന്നിച്ചിതറി നിൽക്കുന്നു. വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കൊതി തോന്നി. ചെരുപ്പ് കരയിൽ ഊരിവെക്കാം. ദേ ഞാൻ വരുന്നു. ഒരൊറ്റ ചാട്ടം. ഹായ്, എന്ത് രസം! തുള്ളി തുള്ളി ഒഴുകുന്ന പുഴ. കുഞ്ഞൻ മീനുകൾ എൻ്റെ കാലുകളെ തഴുകിക്കൊണ്ട് നീന്തി അകലുന്നു. അയ്യോ, അതാ അമ്മു പുഴയിലേക്കു ചാടാൻ ഓടി വരുന്നു. ആരാണെന്നോ? എൻ്റെ കുഞ്ഞനുജത്തി. വാ, ഞാൻ കയ്യിൽ പിടിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പുഴവെള്ളത്തിലേക്ക്. അമ്മു, ദേ നോക്കിയേ, നിന്റെ കാലിലൂടെ ഓറഞ്ച് നിറമുള്ളൊരു മീൻ പോകുന്നു. ഹായ്, എന്ത് രസം! അച്ഛാ, വാ, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ടിറങ്ങാം. ആദി, ഇതാ കുറച്ച് വെള്ളാരം കല്ലുകൾ. അച്ഛൻ അവയെല്ലാം എൻ്റെ കയ്യിലേക്ക് തന്നു. നല്ല ഉരുളൻ കല്ലുകൾ. വീട്ടിലെ അക്വേറിയത്തിലിടാം. നല്ല ഭംഗിയായിരിക്കും. അമ്മ കയ്യിലൊരു തോർത്ത് കരുതിയിട്ടുണ്ട്. ഞാനും അമ്മയും കൂടി അതിൻ്റെ ഓരോ അറ്റത്തും പിടിച്ച് വെള്ളത്തിൽ മുക്കിപ്പൊക്കി. നിറയെ കുഞ്ഞു മീനുകൾ. വേണ്ട, നമുക്കിതിനെ തിരികെ വെള്ളത്തിലേക്ക് തന്നെ വിടാം, അമ്മ പറഞ്ഞു. അയ്യോ, അന്തരീക്ഷമാകെ മാറി. കാർമേഘം മൂടിയല്ലോ. വല്ലാത്ത കാറ്റുമുണ്ട്. അയ്യോ അമ്മേ, ഞാനിപ്പോൾ താഴെ വീഴും. എൻ്റെ ശരീരം കുലുങ്ങുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കി തുറന്നു. എന്തൊരു ഉറക്കമാതി! സ്കൂളിൽ പോകണ്ടേ? അമ്മയാണല്ലോ. ഓ, സ്വപ്നമായിരുന്നോ? മനസ്സിൽ ഒരു പുഴയോളം സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് അവൻ എണീറ്റു. നാലാമത്തെ ചോദ്യം, ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന എന്തൊക്കെ പ്രയോഗങ്ങളും രീതികളും ഈ കഥയിൽ കണ്ടെത്താൻ കഴിയും? ഒരു പെൺകുട്ടി ചിന്തിക്കുന്നതും അവൾ സങ്കല്പത്തിൽ കാണുന്നതുമായ കാര്യങ്ങളാണ് ഈ കഥ മുഴുവൻ. ഞാൻ വരച്ചു, എനിക്ക് സ്ഥലമില്ല എന്നൊക്കെ കുട്ടി പറയുന്നത് അവളുടെ സ്വന്തം കാര്യങ്ങളാണ്. ഡയറിയിൽ ഞാൻ ഇന്നിത് ചെയ്തു, എനിക്കിന്ന് സന്തോഷമായി എന്നൊക്കെ നമ്മൾ എഴുതാറില്ലേ? കുട്ടിക്ക് സന്തോഷം വരുമ്പോൾ കൈകൊട്ടി ചിരിക്കുന്നതും മീനിനെ കൊറ്റി പിടിച്ചപ്പോൾ സങ്കടപ്പെടുന്നതും എല്ലാം കഥയിൽ പറയുന്നുണ്ട്. ഇതുപോലെ ഡയറിയിലും നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം നമ്മൾ എഴുതാറുണ്ട്. പുഴയിൽ മീനുകളെ കണ്ടതും ഞണ്ടിനെ കണ്ടതും കണ്ടൽക്കാടുകൾ കണ്ടതും അവളുടെ മനസ്സിനെ സ്പർശിച്ച എല്ലാ കാര്യങ്ങളും ഡയറിയിൽ എഴുതുന്നത് പോലെ തന്നെ പാഠഭാഗത്തിലും വിവരിച്ചിരിക്കുന്നു. അയ്യോ, ഇത്ര സമയമായോ? ഉച്ചഭക്ഷണത്തിനുള്ള ബെല്ലാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത് പോലെ സ്വാഭാവികമായ പ്രതികരണവും നമുക്കിവിടെ കാണാം. ഡയറിയിലും നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്ത് എഴുതാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഡയറി എഴുത്തിലും മറ്റും ഉപയോഗിക്കുന്ന പല പ്രയോഗങ്ങളും രീതികളും ഈ കഥയിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ ഡിയേഴ്സ്, കുട്ടികൾക്ക് പ്രകൃതിയോടുള്ള ഇഷ്ടവും പ്രകൃതി നിരീക്ഷണത്തിനുള്ള താല്പര്യവും അവരുടെ സങ്കല്പലോകം വലുതാക്കാൻ ഉതകും വിധമുള്ള ചിന്തകളും ഒക്കെ വളർത്താൻ സഹായിക്കുന്ന ഒരു പാഠഭാഗമായിരുന്നു. നല്ല ഒരു കഥയായിരുന്നു കുട്ടിയുടെ പുഴ. മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാമേ. താങ്ക് യു ഫോർ വാച്ചിങ്.